السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين. أما بعد. ഇരുപത്തിയേഴാമത്തെ أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أروني الذين ألحقتم به شركاء كلا بل هو الله العزيز الحكيم. وما أرسلناك إلا كافة للناس بشيرا ونذيرا. إلا كافة للناس بشيرا ونذيرا ولكن أكثر الناس لا يعلمون. ويقولون متى هذا الوعد إن كنتم صادقين. قل لكم ميعاد يوم لا تستأخرون عنه ساعة. ميعاد يوم لا تستأخرون عنه ساعة ولا تستقدمون. സൂറത്തു സബയിലെ 27-ാമത്തെ ആയത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആരായിരുന്നാലും, അത് മലക്കുകളോ അമ്പിയാക്കളോ ജിന്നുകളോ മറ്റു വസ്തുക്കളോ എന്താവട്ടെ, അവർ മനുഷ്യന് ഉപകാരം ചെയ്യുകയില്ല. അവർക്ക് ആർക്കും ഒരു ശുപാർശയും ചെയ്യുകയില്ല. അള്ളാഹുവാണ് എല്ലാം നിർവഹിക്കുന്നവൻ, പരമാധികാരി. അവനാണ് ആകാശത്തിലുള്ളവർക്കും ഭൂമിയിലുള്ളവർക്കും റിസ്ക് നൽകുന്നവൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വന്നത്. ഇനി അതിൻ്റെ ബാക്കിയാണ് ഖുൽ അറൂനി. ഖുൽ അറൂനി, ഖുൽ നിങ്ങൾ പറയുക, അറൂനി നിങ്ങൾ എനിക്ക് കാണിച്ചു തരിക, അല്ലദീന അൽഹഖ്തും ബിഹി ശുറക്കാ, അള്ളാഹുവിനോട് പങ്കുകാരായി നിങ്ങൾ ചേർത്ത വസ്തുക്കളെ നിങ്ങൾ എനിക്ക് കാണിച്ചു തരിക. അള്ളാഹുവിനോട് പങ്കുകാരായിട്ട് ലാത്ത ഉസ്സ മനാത്ത പോലെയുള്ള സാലിഹീങ്ങളായ മഹാന്മാരെ അള്ളാഹുവിൽ പങ്കുചേർത്തിരുന്നു. അള്ളാഹുവിൻ്റെ കൂടെ നമ്മളെ ശുപാർശ ചെയ്യാനും രക്ഷിക്കാനുമുള്ളവരാണ് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. അപ്പം അങ്ങനെയുള്ള ഈ പങ്കുകാരെ നിങ്ങൾ എനിക്ക് കാണിച്ചു തരിക എന്ന് പറഞ്ഞാൽ, അവരെങ്ങാനും അവർ നിങ്ങളെ സഹായിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള രക്ഷ നൽകുന്നുണ്ടോ, കാണിച്ചു തരിക. കല്ല, അങ്ങനെയല്ല, വസ്തുത അതല്ല. ബൽ ഹുവല്ലാഹുൽ അസീസുൽ ഹക്കീം, അത് അവൻ അള്ളാഹു മാത്രമാണ്, പ്രതാപിയും ജ്ഞാനിയുമായ അള്ളാഹു മാത്രമാണ് യഥാർത്ഥമായ ദൈവം, ആരാധ്യൻ. നിങ്ങൾ ആ ആരാധ്യനിൽ ആരെ പങ്കു ചേർത്താലും അവരെന്നും നിങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യുന്നതായിട്ട് കാണിച്ചു തരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ഉമാ അർസൽനാക, അതായത് തൗഹീദിൻ്റെ ആ കഴിഞ്ഞ ആയത്തിൻ്റെ ബാക്കി തന്നെയാണ്. അത് പഠിച്ചവനാണ്. എല്ലാ നബിമാരും വന്നത് അതിനാണല്ലോ.
അടിസ്ഥാനം അതുമാണ്. നമ്മൾ കുറേ ഇബാദത്തുകൾ എത്ര ചെയ്താലും ദീനിൻ്റെ പേരിൽ എങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ചാലും അള്ളാഹു മാത്രമാണ് രക്ഷകൻ. അത് മുഖ്യമായും ആ വിശ്വാസം സ്ഥാപിക്കാനാണ് അമ്പിയാക്കന്മാർ വന്നത്. അതാണ് നമ്മുടെ നാട്ട. ആ നാട്ട നിവർന്നു നിന്നാൽ അതിൻ്റെ നിഴലുകളാണ് മനുഷ്യൻ്റെ ജീവിതം. ആ നിഴലും നിവർന്നു നിൽക്കും. അള്ളാഹു അല്ലാത്തവർ നമ്മളെ രക്ഷിക്കാനുണ്ട് എന്ന വിശ്വാസം മനസ്സിൽ നാട്ടിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിൻ്റെ മാർഗം തന്നെ സ്വീകരിക്കണമെന്നില്ലല്ലോ. നമ്മളെ സഹായിക്കാനും നമ്മളെ ശുപാർശ ചെയ്യാനും മറ്റുള്ളവരുണ്ടെങ്കിൽ അവരുടെ പിന്നാലെ പോകും. അപ്പം അതുകൊണ്ട് തൗഹീദ് പറഞ്ഞിട്ട് അവസാനം അതിൻ്റെ തുടർന്ന് പറയുകയാണ്, മാ അർസൽനാക്ക, താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല, ഇല്ലാ കാഫത്തൽ ലിന്നാസി, എല്ലാ മനുഷ്യർക്കും കൂടിയല്ലാതെ. കാഫത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം, ജമീഅൻ എന്ന അർത്ഥത്തിലാണ് കാഫത്ത്, എല്ലാവർക്കും. മനുഷ്യരുടെ കൂട്ടത്തിൽ എല്ലാവർക്കുമായിട്ടല്ലാതെ നിങ്ങളെ നാം നിയോഗിച്ചിട്ടില്ല. ബഷീറൻ, സന്തോഷവാർത്ത അറിയിക്കുന്നവനും, വനദീറൻ, താക്കീര് നൽകുന്നവനുമായി എല്ലാ മനുഷ്യരിലേക്കുമാണ് താങ്കളെ റസൂലായി നാം നിയോഗിച്ചത്. അതായത് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യപ്രവാചകനാണ് എന്ന് ഇതിൽ കൂടി അള്ളാഹു വിളിച്ചു പറയുന്നുണ്ട്. എല്ലാ മനുഷ്യർക്കും കൂടിയുള്ള പ്രവാചകൻ, അൽ അറബ് വൽ അജം. ഇനി ലോകാവസാനം വരെയുള്ള എല്ലാ മനുഷ്യരുടെയും റസൂലാണ് മുഹമ്മദ് നബി. ഇത് പടച്ചോൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നബി അത് നമുക്ക് പറഞ്ഞ് ഇത്രയും ധൈര്യമായി പറയുന്നത്. ഇത് പറഞ്ഞാൽ മുഹമ്മദ് നബി നമ്മളെ പഠിപ്പിച്ച് തന്ന ശരീഅത്ത്, നമ്മുടെ ജീവിതത്തിലെ ചെറിയതും വലിയതുമായ എല്ലാ കാര്യങ്ങളെയും വിവരിച്ചു തരാനാണല്ലോ റസൂൽ വന്നത്. ആ വിവരിച്ചു തന്ന ആ ശരീഅത്ത് അത് ലോകാവസാനം വരെയുള്ള അറബികൾക്കും അജമികൾക്കും എല്ലാവർക്കും അനുയോജ്യമായതാണ് എന്ന് അള്ളാഹു കൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. അതിനർത്ഥം എന്താ? അവിടെ അപരിഷ്കൃതരായ മക്കയിലെ മദീനയിലെയും ആ സമൂഹത്തിന് മാത്രമല്ല, പേർഷ്യക്കാരും റോമക്കാരും അടങ്ങുന്ന ഒരുപാട് സമൂഹം അന്നും ജീവിച്ചിരിപ്പുണ്ട്. അവരൊക്കെ നബിയുടെയോ ഖുലഫാർ റഷീദുകളുടെയോ കാലമായപ്പോഴേക്ക് അവർക്കൊക്കെ ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിയിട്ടുമുണ്ട്. ഇനി ലോകാവസാനം വരെ എത്ര വലിയ തത്വശാസ്ത്രങ്ങളും ആശയങ്ങളും അഭിപ്രായങ്ങളും ആദർശങ്ങളും മതങ്ങളുമൊക്കെ ഉണ്ടായാലും അതിനെല്ലാം കവച്ചു വെക്കുന്ന ഒരു ശരീഅത്താണ് ലോകാവസാനം വരെയുള്ള മനുഷ്യന്മാർക്ക് നിർഭയമായും സത്യസന്ധമായും പിന്തുടരാവുന്ന ഒരു ശരീഅത്താണ് മുഹമ്മദ് നബിയുടെ ശരീഅത്ത് എന്ന് അള്ളാഹു ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അതായത് ധൈര്യമായിട്ടും മുഹമ്മദ് നബിയുടെ ശരീഅത്ത് കാലാനുവർത്തിയല്ല. കാലം എത്ര പഴകിയാലും അല്ലെങ്കിൽ പുരോഗമിച്ചാലും ഈ ശരീഅത്ത് പഴകുകയില്ല. മുഹമ്മദ് നബി പഠിപ്പിച്ച റിസാലത്തിന് ഒരു കോട്ടവും പറ്റുകയില്ല. എന്നും നിത്യനൂതനവും എന്നും പ്രസക്തവുമായിരിക്കും ഈ ശരീഅത്ത് എന്നാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. മുഹമ്മദ് നബി അന്ത്യപ്രവാചകനാണെന്നും ഇനിയൊരു ശരീഅത്തിൻ്റെ ആവശ്യമില്ല എന്നും മനുഷ്യൻ്റെ ജീവിത വിജയത്തിന് മുഹമ്മദ് നബിയുടെ ഈ റിസാലത്ത് ലോകാവസാനം വരെ അറബുകളും അജമുകളും, അറബികളല്ലാത്തവരും അറബികളിൽ നബി വന്നു. ഇനി ബാക്കിയുള്ള എല്ലാ സമുദായത്തിനും ഇതുതന്നെയാണ് ബഷീർ, സന്തോഷവാർത്ത. നബി എന്തെല്ലാം കാര്യത്തിൽ മനുഷ്യന് സന്തോഷവാർത്ത അറിയിച്ചുവോ, ശരിയാണ്, ചെയ്യണം, അതുകൊണ്ട് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും, സ്വർഗം കിട്ടും എന്ന് അറിയിച്ചുവോ, ആ ബഷീറായിട്ട് ലോകാവസാനം വരെ മനുഷ്യർക്കെല്ലാവർക്കും മുഹമ്മദ് നബിയുടെ ബശാറത്താണുള്ളത്. താക്കീത്, എന്തൊക്കെ പാടില്ലയോ അതൊക്കെ മുഹമ്മദ് നബി പാടില്ല എന്ന് പറഞ്ഞതേ ലോകാവസാനം വരെ പാടില്ലാത്തതായിട്ട് പ്രസക്തമായി നിലനിൽക്കുകയുള്ളൂ. മാമിൻ ഷൈഇൻ യുഖർരിബുക്കും മിനൽ ജന്നത്തി വയുബാഇദുക്കും അനിന്നാരി ഇല്ലാ അമർത്തുക്കും ബിഹി. മാമിൻ ഷൈഇൻ യുഖർരിബുക്കും മിനന്നാരി വയുബാഇദുക്കും അനിൽ ജന്ന ഇല്ലാ നഹൈതുക്കും അൻഹു എന്ന ആശയം ഒരു ഹദീസിൽ കാണാം. നിങ്ങളെ സ്വർഗത്തിലേക്ക്
അടുപ്പിക്കുകയും നരകത്തിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്ന ഒരു കാര്യവും, ചെറിയ കാര്യം പോലും ഞാൻ നിങ്ങളോട് പറയാതെ വിട്ടിട്ടില്ല. അതിൻ്റെയൊക്കെ സൂചനകളോ അടിസ്ഥാനങ്ങളോ നബി നമുക്ക് കാണിച്ചു പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ദീനിൽ നബി പറഞ്ഞു തരാത്ത, നബി കാണിച്ചു തരാത്ത ഒന്ന് ഇനി ദീനിലേക്ക് കൊണ്ടുവരേണ്ടതില്ല. അതുപോലെ നിങ്ങളെ നരകത്തിനോട് അടുപ്പിക്കുകയും സ്വർഗത്തിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്ന ഒരു കാര്യവും ഞാൻ നിങ്ങളോട് വിരോധിക്കാതെയും ഇരുന്നിട്ടില്ല. അപ്പോൾ ദീനിന് വിരുദ്ധമായ എല്ലാ കാര്യങ്ങളും ഞാൻ വിരോധിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഖുർആനിൽ കൂടിയോ നബിയുടെ വചനങ്ങളിൽ കൂടിയോ. ഇനി പുതിയ ഒരു വിരോധം, ഇന്നത് ഹറാമാണ് എന്ന് പുതിയതായി നിങ്ങൾ ഉണ്ടാക്കണ്ട. പുതിയതായി ഇന്നത് ഹലാലാണ് അല്ലെങ്കിൽ ഇന്നത് മതമാണെന്ന് പറഞ്ഞ് ദീനിലേക്ക് ഒന്നും ആരും കൂട്ടിക്കടത്തി കൊണ്ടുവരികയും വേണ്ട. ബഷീറായിട്ടും നദീറായിട്ടും എല്ലാ മനുഷ്യർക്കും ലോകാവസാനം വരെ മുഹമ്മദ് നബി മാത്രമാണ് പ്രവാചകനായിട്ടുള്ളത് എന്നത് വളരെ വിശാലമായ ഒരർത്ഥമാണ്. മുഹമ്മദ് നബിയുടെ ശരീഅത്ത് പഠിപ്പിച്ച ശരീഅത്ത് കൃത്യമായും അത് ഒരു കാലഘട്ടത്തിലും പഴകിയതോ അപ്രസക്തമോ ആവില്ല എന്നർത്ഥം. ഇനി പക്ഷേ വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, അധികം ആളുകളും അത് മനസ്സിലാക്കുന്നില്ല. ആ ശരീഅത്ത് പഠിച്ചിട്ടില്ല, ആ ശരീഅത്തിനെ കൃത്യമായി അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇസ്ലാം ദീന് പലർക്കും പോരാതിരുന്നത്. ഇസ്ലാം ദീനിൽ നബി പഠിപ്പിച്ച സ്വർഗത്തിൻ്റെ മാർഗങ്ങളും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളും പോരാത്തത് കൊണ്ടാണല്ലോ ഒരുപാട് അനാചാരങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അതിനെ നിഷേധിക്കേണ്ടി വന്നത് ഇസ്ലാം കാലത്തിന് പറ്റൂല, അല്ലെങ്കിൽ അത് പുരോഗതിക്ക് തടസ്സമാണ് എന്നൊക്കെ പറഞ്ഞത് ഇസ്ലാമിനെ അറിയാത്തത് കൊണ്ടാണ്. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, അധികം ആളുകളും അതിനെ അറിയുന്നില്ല. അറിയുകയാണെങ്കിൽ റസൂല് മതി, കാഫത്തുൻ ലിന്നാസി ജമിയ, എല്ലാ മനുഷ്യർക്കും റിസാലത്ത്, ദൈവിക സന്ദേശം, അതായത് ബിശാറത്തും ഇൻദാറും, സന്തോഷ വാർത്തയും താക്കീതുകളും നൽകാൻ മുഹമ്മദ് നബിയുടെ റിസാലത്ത് തന്നെ മതി എന്ന് അല്ലാഹു തആല മുഹമ്മദ് നബിയുടെ നാവിൽ കൂടി പ്രഖ്യാപിക്കുകയാണ്. അതായത് ഖുർആനിൻ്റെ ചില പ്രഖ്യാപനങ്ങളാണ്, വരാൻ പോകുന്ന കാര്യങ്ങളും കൂടിയാണ് പ്രഖ്യാപിച്ച് കളഞ്ഞു. ഇപ്പം തബ്ബത്ത് യദാ അബീ ലഹബ് എന്ന് നബിയാണല്ലോ പറഞ്ഞത്. അബൂലഹബിൻ്റെ 2 കൈകളും നശിച്ചിരിക്കുന്നു. തബ്ബ, അവനും നശിച്ചിരിക്കുന്നു. അവനും പിന്നീട് മാഗ്നാനു മാലുഹു മാ കസബ് സയസ്ലാ നാറൻ ദാത്ത ലഹബ് വംറഅതുഹു അമ്മാലത്തുൽ ഹത്തബ്, അവനും അവൻ്റെ സമ്പത്തും അവൻ്റെ ഭാര്യയൊക്കെ നശിച്ചുപോയി എന്ന് അല്ലാഹു തആലയുടെ വചനങ്ങളിൽ കൂടി നബി ആദ്യമാണ് പ്രഖ്യാപിച്ചാണ്. ആ പ്രഖ്യാപനം തന്നെയല്ല അവസാനം അബൂലഹബ് നശിച്ചു പോവുക ചെയ്തത്. ഏതെങ്കിലും നിലയ്ക്ക് ഈ ഖുർആൻ, ഈ തബ്ബത്ത് ഇറങ്ങിയ ഈ വചനം, ആ ഖുർആന് കളവാണ്, ഞാൻ നശിച്ചിട്ടില്ല എന്ന് പറയാനെങ്കിലും അബൂജഹൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന് ചെല്ലിയില്ലോ. ഒരു പരീക്ഷണത്തിന് ഖുർആനെ വെല്ലുവിളിച്ചിട്ടെങ്കിലും ഞാൻ ബാഹ്യമായി മുസ്ലിമായി എന്ന് അബൂലഹബ് പറഞ്ഞണമെങ്കിൽ ഈ ആയത്ത് പിന്നെ എടുത്തു കളയേണ്ടി വരില്ലേ? അതിന് പറയാനോന് തോന്നിയില്ല. അബൂലഹബ് നശിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് എൻ്റെ മയ്യത്ത് പോലും മര്യാദക്ക് മറമഴപ്പ് ചെയ്യാൻ, കുഴിച്ചിടാൻ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അവിശ്വാസികൾക്ക് മനസ്സുണ്ടായില്ല എന്ന്. ദൂരേക്ക് വലിച്ചെറിഞ്ഞ്, മണ്ണ് വലിച്ചെറിഞ്ഞ് ഒഴിവാക്കുകയാണ് ചെയ്തത്. അത്രമാത്രം നാശത്തിൽ വന്നു അയാൾ. അപ്പോൾ ചില പ്രവചനങ്ങൾ അല്ലാഹു തആല ഒരു വെല്ലുവിളിയായിട്ടാണ് ഈ പറയുന്നത്. കാഫത്തുൽ ലിന്നാസാണ് റസൂലിൻ്റെ റിസാലത്ത്. അത് തെളിഞ്ഞ് ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ ലിയുളിഹിറഹു അലദ്ദീനി കുല്ലിഹി, എല്ലാ ആദർശങ്ങളെക്കാളും ഇസ്ലാം മികച്ചു നിൽക്കും. അത് മനുഷ്യൻ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ബാധ്യതയാണ്. മുസ്ലിമാണ് എന്ന് പറയുന്നവരാണ് ഈ ദീനിൻ്റെ മികവ് ജീവിതത്തിൽ കൂടി കാണിച്ചു കൊടുക്കേണ്ടത്. പിന്നെ വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സ്വാദിഖീൻ, വയഖൂലൂന, അവർ പറയുന്നു. എന്നിട്ടും മുഹമ്മദ് നബിയെ അവർ പരിഹസിക്കുകയോ വെല്ലുവിളിക്കുകയൊക്കെയാണ്. എന്താ പറയുന്നത്? മതാ, എപ്പോഴാണ് ഹാദൽ വഅദു, ഈ താക്കീത്, നിങ്ങളുടെ ഈ നിങ്ങൾ പറഞ്ഞ ഈ ദീന് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷ കിട്ടും. അള്ളാഹുവിൻ്റെ അടുക്കൽ ഇന്ദാർ, താക്കീതുണ്ടല്ലോ, നരകം കിട്ടും, അല്ലെങ്കിൽ ശിക്ഷ കിട്ടും, അള്ളാഹുവിൻ്റെ കോപ്പം കിട്ടും. ഈ താക്കീത് എന്നാണ് ഇത് പുലരുക എന്നവർ പറയുന്നു. ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ
എന്നാണ് ഈ താക്കീത് പുലരുക, എന്താണ് ശിക്ഷ വരാത്തത്, എന്താ ഞങ്ങൾ കൊല്ലപ്പെടാത്തത്, നശിപ്പിക്കപ്പെടാത്തത് എന്നൊക്കെ അവർ ചോദിക്കുന്നു. ഖുൽ പറയുക, ലക്കും മീആദു യൗമിൻ, നിങ്ങൾക്കെല്ലാവർക്കും ഒരു ദിവസത്തെ മീആദുണ്ട്, മൗഇദുണ്ട്. മൗഇദ് പറഞ്ഞാൽ ഒരു നിശ്ചിത ദിവസം, വായദ എന്ന് പറഞ്ഞാൽ കരാർ ചെയ്തു, മൗഇദ് എന്ന് പറഞ്ഞാൽ കരാർ ചെയ്യപ്പെട്ട ഒരു സമയം, ഒരു ദിവസം, അതിനാണ് മീആദ് എന്നും പറയാം. മീആദ് യൗമിൻ, ഒരു ദിവസത്തെ നിശ്ചിത സമയം നിങ്ങൾക്കെല്ലാവർക്കുമുണ്ട്. ആ ദിവസം വരെ അള്ളാഹു നിങ്ങളെ ജീവിപ്പിക്കും, നിങ്ങൾക്കിതൊക്കെ തരും. പിന്നെ ലാ തസ്തഖിറൂന അൻഹു, ആ ഒരു ദിവസത്തിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പിന്തിപ്പോകുന്നില്ല. സാഅത്തൻ, ഒരു നാഴിക നേരം പോലും അള്ളാഹു നിശ്ചയിച്ച മൗഇദ്, മീആദ്, ആ നിശ്ചിത സമയത്തിൻ്റെ അപ്പുറത്തേക്ക് പോവുകയില്ല. വലാ തസ്തഖ്ദിമൂൻ, ആ സമയത്തിൻ്റെ അല്പമെങ്കിലും മുന്നോട്ടും വരികയില്ല. അള്ളാഹു നിശ്ചയിച്ച സമയത്തിൻ്റെ മുമ്പോ അല്ലെങ്കിൽ ആ സമയം കഴിഞ്ഞിട്ടോ നിങ്ങളുടെ ജീവിതം അവസാനിക്കൂല. അത് കൃത്യമായി അള്ളാഹു നിശ്ചയിച്ച സമയത്ത് തന്നെ അവസാനിക്കും. അതുകൊണ്ട് നിങ്ങൾ ധൃതി കൂട്ടണ്ട. വയസ്താജിലൂനക ബിൽ അദാബ്, ശിക്ഷ കൊണ്ട് അവർ ധൃതി കൂട്ടിയിരുന്നു എന്നാണ്. ആ ധൃതി കൂട്ടലാണ് മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ എപ്പോഴാണ് നീ ഈ പറഞ്ഞ താക്കീത് വരിക എന്നവർ ചോദിച്ചപ്പോൾ അള്ളാഹു പറയാണ്, നിങ്ങൾക്കെല്ലാവർക്കും ഒരു നിശ്ചിത സമയമുണ്ട്. ആ സമയത്ത് നിങ്ങൾക്കതിൻ്റെ മുന്നിൽ ചാടാനും കഴിയില്ല, അല്ലെങ്കിൽ പിന്തിപ്പോകാനും കഴിയില്ല. അതിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് ജീവിതം അവസാനിപ്പിക്കാനും കഴിയില്ല. നിങ്ങളുടെ സമയത്ത് തന്നെ നിങ്ങൾ മരിക്കും. വലാ തസ്തഖ്ദിമൂൻ. മതാഹദൽ വഅദു മതാഹദൽ ഫത്ഹു, ഇവിടെ അള്ളാഹുവിൻ്റെ കരാറ്. മറ്റത് ആ വിജയം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിജയിക്കുകയും ഈ ഇസ്ലാം വിജയിക്കുകയും കുഫർ പരാജയപ്പെടുകയും ചെയ്യുന്നതിനെ പറ്റിയാണ് ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്തിൽ ഫത്ഹ് പറഞ്ഞു. ഫത്ഹ് എന്നുള്ളതിന് ഒരുപാട് അർത്ഥമുണ്ട്. ഫതഹ എന്ന് പറഞ്ഞാൽ തുറന്നു എന്നർത്ഥമുണ്ട്, മറ്റൊന്ന് വിജയിച്ചു എന്നർത്ഥമുണ്ട്, അതാണ് ഫത്ഹു മക്ക. പിന്നെ ഇവിടെ മുഹമ്മദ് നബിയുടെ വിജയം, അതാണ് മതഹദൽ ഫത്ഹു. ഇവിടെ വിജയം എപ്പോഴാണ്? മറ്റത് നിങ്ങൾ ഞങ്ങളോട് വാഗ്ദാനം ചെയ്യുന്ന ഈ കരാറ് നിശ്ചിത സമയം എപ്പോഴാണ്? ആശയൊക്കെ ഒന്ന് തന്നെയാണ്. സജദയിലുണ്ട്, സൂറത്ത് മുൽക്കിലുണ്ട്, ഒക്കെ ഉണ്ട്. മുൽക്കിൽ വാഴുതാണ്, ഫത്ഹ് ഉണ്ട് വേറെ. സജദയിൽ ഫത്ഹ്. പിന്നെ അപ്പം അത് നമ്മളൊക്കെ അത് നമ്മളെ സമൂഹത്തിൽ നിന്നും നമുക്കത് കേൾക്കാമല്ലോ. എപ്പോഴാ പങ്ങൾ ഈ പറയേണ്ടത് നരകവും സ്വർഗമൊക്കെ? എന്നാ എവിടെയപ്പത്? എന്താ ഞങ്ങൾക്കാർക്കും ഒന്നും പറ്റാത്തത്? ഞങ്ങളൊക്കെ പങ്ങൾ പറഞ്ഞ മാതിരി ജീവിക്കണില്ലല്ലോ. ഞങ്ങൾ ഇങ്ങനെയൊക്കെ തോന്നിവാസികളായി ജീവിച്ചിട്ടും ഞങ്ങൾക്ക് എന്താ ഒന്നും പറ്റാത്തത്? നിങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും സുഖം ഞങ്ങൾക്കുണ്ടല്ലോ എന്നൊക്കെ പറയുന്ന ആളുകൾ ഇന്നും ഉണ്ടല്ലോ. ആ മാതിരി തന്നെയാണ് അവരും പറഞ്ഞിരുന്നത്. അതായത് നിങ്ങളെക്കാളും സ്വർഗത്തിൽ പരലോകത്ത്, ഇനിയിപ്പോൾ അങ്ങനെ ഒരു പരലോകമുണ്ടെങ്കിൽ നിങ്ങളെക്കാളും സമ്പത്തും വഖാലൂ നഹ്നു അക്സറു അംവാലൻ ഔലാദം അംവാല, നിങ്ങളെക്കാളും മക്കളും സമ്പത്തൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാവും, ഇനി പരലോകത്ത് എന്നാലും നിങ്ങളെക്കാളും ഉഷാറായിരിക്കും ഞങ്ങൾ എന്ന് പാവങ്ങളായ മുസ്ലിമീങ്ങളോട് മുശ്രിക്കീങ്ങൾ പറഞ്ഞിരുന്നു. അവിടെ ചെന്നാലും ഞങ്ങൾ തന്നെയാണ് വലിയത്. അപ്പോൾ ആ ഒരു നിലപാട് എല്ലാ കാലത്തും ഉണ്ട്. അത് അവർ നബിയോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്കൊരു മിയാദുണ്ട്, ഒരു ദിവസം. ആ ദിവസം കഴിഞ്ഞാൽ ഒരു സാഅത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ വാക്കിൽ മണിക്കൂർ എന്ന ഭാഷാർത്ഥം പറയാറുണ്ട്, നാഴിക നേരം എന്ന് പഴയ കാലത്ത് പറയാറുണ്ട്, ഒരു നിമിഷം എന്നുള്ള അർത്ഥവും അതിനുണ്ട്. ഒരു സാഅത്ത് എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം പോലും. മരണം എത്തിക്കഴിഞ്ഞാൽ, പിന്നെ ആ സമയം എത്തിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, കൃത്യമായി നമ്മൾ ആ മരണത്തിൻ്റെ മുമ്പിലാണ്ട് എത്തും. അതാണ് വലാ തസ്തഖ്ദിമൂൻ. വഖാലല്ലദീന കഫറു, നിഷേധികൾ പറഞ്ഞ മറ്റൊന്ന്, ലൻ നുഅ്മിന ബിഹാദൽ ഖുർആൻ, ഈ ഖുർആൻ ഏതായിരുന്നാലും ഞങ്ങൾ വിശ്വസിക്കുകയില്ല. ലൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും.
ലൻ നുഅ്മിന ഒരിക്കലും ഞങ്ങൾ വിശ്വസിക്കുകയില്ല ബിഹാദൽ ഖുർആൻ ഈ ഖുർആനിനെ വലാ ബില്ലദീ ബൈന യദൈഹി അതിൻ്റെ മുമ്പിലുള്ളതും ഞങ്ങൾ വിശ്വസിക്കൂല. അതിൻ്റെ മുമ്പിലുള്ളത് എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ മുമ്പ് വന്നിരുന്ന തൗറാത്തോ ഇഞ്ചീലോ ഞങ്ങൾക്ക് ഈ മതത്തിലൊന്നും ഒരു വിശ്വാസവുമില്ല എന്ന് അവർ പറയും. അങ്ങനെ വേറൊരു കൂട്ടരും ഉണ്ടായിരുന്നു. ഒരു കൂട്ടർ മുഹമ്മദ് നബിയെ മാത്രം ഖുർആനിനെ മാത്രം നിഷേധിച്ചു, എന്നാൽ തൗറാത്തിനെയും ഇഞ്ചീലിനെയും സ്വീകരിച്ചു. വേറൊരു കൂട്ടർ മതവിശ്വാസം പറ്റത്തള്ളിക്കളഞ്ഞു. ഈ ഖുർആനും ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഒലാ ബില്ലദീ ബൈന യദൈഹി അതിൻ്റെ മുമ്പിലുള്ള അതിലും ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കൂല. വലൗ തറാ നീ കാണുക അങ്ങനെയുള്ള ആളുകളുടെ ഒരു അവസ്ഥ ഭാവി നീ കാണുകയാണെങ്കിൽ അതൊരു ഭയങ്കരം തന്നെയായിരിക്കും. വലൗ തറാ നീ കാണുകയാണെങ്കിൽ നബിയെ നിങ്ങൾ കാണുകയാണെങ്കിൽ ഇതിൽ ളാലിമൂന മൗഖൂഫൂൻ ഇൻദ റബ്ബിഹിം ആ അക്രമികളായ ആളുകൾ അവരുടെ രക്ഷിതാവിങ്കൽ നിർത്തപ്പെടുന്ന ദിവസം. വഖഫ എന്ന് പറഞ്ഞാൽ നിന്നു എന്നാ. മൗഖൂഫ് എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന സ്ഥലം. മൗഖൂഫ് എന്ന് പറയും ബസ് സ്റ്റാൻഡിനൊക്കെ. മൗഖൂഫോടെ ഒരു അങ്ങാടി പോയി മൗഖൂഫോടെ എന്ന് വെച്ചാൽ ബസ് സ്റ്റാൻഡോടെ എന്നുള്ളതാണ്. മൗഖൂഫ് ടാക്സി എന്ന് പറഞ്ഞാൽ ടാക്സി സ്റ്റാൻഡോടെ എന്നുള്ള. ഇത് പഠിച്ചവൻ്റെ മുമ്പിൽ നിർത്തപ്പെടുന്ന ദിവസം. അക്രമികളായ ആളുകൾ മൗഖൂഫൂന ഇൻദ റബ്ബിഹിം അവരുടെ രക്ഷിതാവിങ്കലിൻ്റെ മുമ്പിൽ രക്ഷിതാവിൻ്റെ അടുക്കൽ നിർത്തപ്പെടുന്ന സമയം. യർജിഉ ബഅ്ളുഹും ഇലാ ബഅ്ളിൻ അവർ ചിലരിലേക്ക് അൽ ഖൗല വാക്കുകൾ ആക്ഷേപിച്ച് പറയും. ചില ആളുകൾ വേറെ ചില ആളുകൾ അക്രമികളായ ആളുകൾ അല്ലാഹു തആല മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് അവർ പരസ്പരം ആക്ഷേപിക്കും. വാക്കുകൾ കൊണ്ട് മടക്കും എന്ന് പറഞ്ഞാൽ തിരിച്ച് ആക്ഷേപിച്ച് പറയും. എന്താ പറയുന്നത്? യഖൂലുല്ലദീന സ്തുളഇഫു ദുർബലന്മാരായ ആളുകൾ പറയും ലില്ലദീന ഇസ്തക്ബറു അഹങ്കാരികളായ മുതിർന്ന ആളുകളോട് ലൗലാ അൻതും നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ലകുന്നാ മുഅ്മിനീൻ ഞങ്ങൾ വിശ്വാസികളായിരുന്നു എന്ന്. അപ്പോൾ ഇവിടെ രണ്ട് വിഭാഗം ആളുകളുണ്ട്. വല്ലദീന ഇസ്തക്ബറു എന്ന് പറയുന്ന ആളുകൾ അവർ അറിവുള്ളവരാണ്, അഹങ്കാരികളാണ്, മനുഷ്യന്മാരെ പറഞ്ഞു പറ്റിക്കാനും മനുഷ്യന്മാരെ ചതിയിൽ വീഴ്ത്താനും കഴിവുള്ളവരാണ്. അങ്ങനെ വലിയ ആളുകളാണ് അവർ ദുന്യാവിൽ. അവർ മുസ്തളഇഫീങ്ങളായ ദുർബലന്മാരായ ആളുകൾ. അവർക്ക് ഹിജ്റ പോകാൻ പറ്റാത്ത ആളുകളുണ്ട് ആ കൂട്ടത്തിൽ. ശത്രുക്കളുമായിട്ട് ഏറ്റുമുട്ടാൻ കഴിയാത്ത ആളുകളുണ്ട് കൂട്ടത്തിൽ. അറിവില്ലാത്ത ആളുകളുണ്ട്. അങ്ങനെ ദുർബലന്മാരായ ആളുകൾ അഹങ്കാരികളായ ആളുകളോട് പറയും. അതായത് നമ്മുടെ സമൂഹത്തിൽ ഈ തിന്മയിൽ പെട്ടുപോകുന്ന സാധാരണക്കാർക്ക് പലപ്പോഴും ദുർബലന്മാരാണ്. അവർക്ക് അറിയില്ല. അവരെ പേപ്പിക്കുകയും പറഞ്ഞു പറ്റിക്കുകയുമാണ്. ഉള്ള മുടീൻ്റെ കാര്യമൊക്കെ കണ്ടില്ല നിങ്ങൾ? ആ മുടിയൊക്കെ ഇങ്ങനെ 1/2 സെൻറ്റിമീറ്ററോ എത്രയോ ഇത് വളർന്നു എന്നൊക്കെ പറഞ്ഞു. അതിൽ എന്താണ് വളർന്നല്ലോ. അതുകൊണ്ട് സാധുക്കൾ ദുർബലന്മാരായാലാണ് പെടുകയാണ്. ഇനി അതിൻ്റെ കുറച്ച് വെള്ളം കിട്ടിയാൽ മതിയെന്നു എന്നായി. അതിന് എത്ര കൊടുത്താലും വേണ്ടില്ല. അതിന് വെള്ളം കുടിച്ച് അതിങ്ങനാണ്ട് ആഖിറത്തിൽ രക്ഷപ്പെടും എന്ന ഈ ദുർബലന്മാരായ ആളുകൾ പറ്റിക്കപ്പെടുകയാണ്, യഥാർത്ഥത്തിൽ വഞ്ചിക്കപ്പെടുകയാണ്. അങ്ങനെയുള്ള ദൗർബല്യം അറിവില്ലാത്തത് കൊണ്ടും അങ്ങനെയൊന്നും പഠിക്കാത്തത് കൊണ്ടും എന്നാൽ മറ്റവരൊക്കെ വലിയ എന്തോ ആളുകളാണ് എന്നൊക്കെ വിചാരിച്ച് ഇസ്തക്ബറു അഹങ്കാരികളും വലിയവന്മാരുമായ ആളുകളോട് ഈ പാവങ്ങളായ ദുർബലന്മാർ പറയുന്ന ഒരു ദിവസം നീ കാണുകയാണെങ്കിൽ എന്താ പറയല്? ലൗലാ അൻതും നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ലകുന്നാ മുഅ്മിനീൻ ഞങ്ങൾ വിശ്വാസികളായിരുന്നല്ലോ. നിങ്ങൾ ഞങ്ങളെ പറഞ്ഞു പറ്റിച്ചിട്ടല്ലേ ഞങ്ങൾ ഈ കോലത്തിൽ ഞങ്ങൾ അവിശ്വാസത്തിലും അന്ധവിശ്വാസത്തിലും പെട്ടത്. നിങ്ങളില്ലെങ്കിൽ ഞങ്ങൾ മര്യാദയ്ക്ക് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി ജീവിക്കുമായിരുന്നു, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ പെടുമായിരുന്നു എന്ന് അവർ പറയും. അപ്പോൾ അന്ന് തർക്കിക്കും. അതാ യർജിഉ ബഅ്ളുഹും ഇലാ ബഅ്ളിൻ അൽ ഖൗൽ അവരിൽ ചിലരെ വാക്ക് കൊണ്ട് ആക്ഷേപിക്കും. വാക്ക് അറിയുന്ന അർത്ഥം കൗല് എന്ന് പറഞ്ഞാൽ വാക്ക് എന്നാ. ചിലവലെ വാക്ക് അറിയുന്ന അറിയില്ലേ നമ്മൾ മലയാളത്തിൽ. ആ വാക്ക് പറയാന്ന് പറഞ്ഞാൽ എന്താ? ചീത്ത പറയുന്ന, ചീത്ത വിളിക്കാണ്. നിങ്ങളില്ലെങ്കിൽ ഞങ്ങൾ നന്നായി ജീവിക്കുമായിരുന്നല്ലോ. ഖാലല്ലദീന ഇസ്തക്ബറു അപ്പോൾ ഇസ്തക്ബറു അഹങ്കാരികളായ
ആ വലിയവന്മാർ പറയും, കബീറുകൾ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ പ്രമാണിമാരും ശക്തന്മാരുമൊക്കെ ആയിട്ടുള്ള ആളുകൾ പറയും, ലില്ലദീനസ്തു ലൈഫു, ലൈഫുകളായിട്ടുള്ള ആ ദുർബലന്മാരോട്, അനഹിനു സദദിനാക്കും, ഞങ്ങളാണോ നിങ്ങളെ തടുത്തത്, അനിൽ ഹുദ അനഹിനു, ഞങ്ങളാണോ സദദിനാക്കും അനിൽ ഹുദ, സന്മാർഗത്തിൽ നിന്ന് നിങ്ങളെ തടഞ്ഞത്, ബഅദ ഇദ് ജാഅക്കും, ആ സന്മാർഗം നിങ്ങൾക്ക് വന്നു കിട്ടിയ ശേഷം. നിങ്ങൾക്ക് സന്മാർഗം കിട്ടിയിരുന്നില്ലേ? നിങ്ങൾ ഈ ഖുർആൻ കിട്ടിയിരുന്നില്ലേ? നിങ്ങളെ കയ്യിൽ ഖുർആൻ ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾക്ക് പഠിച്ചുകൂടെയിരുന്നോ? നിങ്ങൾക്ക് മനസ്സിലായിക്കൂടെയിരുന്നോ? നിങ്ങൾക്ക് സത്യം മനസ്സിലാക്കിക്കൂടായിരുന്നോ? ഞങ്ങളാ നിങ്ങളെ തടുത്തു വെച്ചത്? നിങ്ങൾ തെറ്റിപ്പോയതല്ലേ? ബൽ കുൻതും മുജ്രിമീൻ ഇദ് ജാഅക്കും, നിങ്ങൾക്ക് ഹുദ വന്നു കിട്ടിയപ്പോൾ, നിങ്ങൾക്ക് സന്മാർഗം വന്നു കിട്ടിയപ്പോൾ ഞങ്ങളാണോ നിങ്ങളെ തടഞ്ഞു നിർത്തിയത് എന്ന് ഈ അഹങ്കാരികളായ വലിയവർ ദുർബലന്മാരോട് ചോദിക്കും. അവർ കയ്യൊഴിയാണ്. ബൽ കുൻതും മുജ്രിമീൻ, തന്നെയുമല്ല നിങ്ങൾ മുജ്രിമീങ്ങളായി, അക്രമികളായി. നിങ്ങൾ തെറ്റ് ചെയ്തു, നിങ്ങൾ അക്രമികളായി. നിങ്ങളിങ്ങനെ ദുർബലന്മാരായി ഒരു വിവരവും ഇല്ലാതെ ഞങ്ങൾ പറഞ്ഞത് കേട്ട് നടക്കേണ്ടിയിരുന്നോ? ഞങ്ങൾ നിങ്ങളെ തടഞ്ഞോ? നിങ്ങളെന്നെ സ്വയം തെറ്റുകാരായതല്ലേ എന്ന് പറഞ്ഞ് അവർ കയ്യൊഴിയും. ഇത് തബറ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഅവുൽ അദാബ വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്. പിമ്പറ്റപ്പെടുന്ന മഹാന്മാരിൽ നിന്ന് പിമ്പറ്റിയ സാധുക്കൾ ഒഴിഞ്ഞു പിമ്പറ്റപ്പെടുന്ന മഹാന്മാര് പിമ്പറ്റിയ സാധുക്കളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ദിവസം, അതായത് അത്ബാഴുകൾ, പിമ്പറ്റി നടന്ന പലരെയും പിമ്പറ്റി നടന്ന ആളുകൾ ആ പിമ്പറ്റപ്പെട്ട നേതാക്കളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ദിവസം. ഇത് തബറ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഅവുൽ അദാബ, എന്നിട്ട് ഇവരെയൊക്കെ പിമ്പറ്റി ജീവിച്ച് അവസാനം വഴികേടിലായി ശിക്ഷ കാണുകയും ചെയ്യുന്ന സന്ദർഭം. അപ്പോൾ അവർ പറയും, പിമ്പറ്റിയ ആളുകൾ പറയും, ഞങ്ങൾക്ക് ഒന്നുകൂടി ഇഹലോകത്തേക്ക് തിരിച്ചു വരാൻ അവസരമുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ പിന്നാലെ കൂടുമായിരുന്നില്ല, ഞങ്ങൾ സത്യമനുസരിച്ച് ജീവിക്കുമായിരുന്നു എന്ന് പറയും എന്നൊക്കെ സൂറത്ത് ബഖറയുടെ തുടക്കത്തിലുണ്ട്. ഇത് തബറ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഅവുൽ അദാബ്, ശിക്ഷ കിട്ടും. എന്നിട്ടോ ഫഖാലല്ലദീന തബഉ ലൗ അന്ന ലനാ കറത്തൻ ഫനതബറഅ മിൻഹും, പിമ്പറ്റിപ്പോയ സാധുക്കൾ, സാധാരണക്കാർ പറയും, ലൗ അന്ന ലനാ കറത്തൻ, ഒരു വട്ടവും കൂടി ഞങ്ങൾക്ക് ജീവിതം ഉണ്ടായിരുന്നുവെങ്കിൽ, ഫനതബറഅ മിൻഹും, നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഞങ്ങൾ ജീവിക്കുമായിരുന്നു. കമാ തബറഉ മിന്ന, പരലോകത്ത് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോയ പോലെ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒഴിഞ്ഞു മാറിപ്പോകുമായിരുന്നു. കദാലിക യുരീഹിമുല്ലാഹു അഅമാലഹും ഹസറാത്തിൻ അലൈഹിം, അങ്ങനെ ഈ ആരാനെ പിമ്പറ്റി, ആരെയെങ്കിലും പിമ്പറ്റി ജീവിച്ച ആളുകളുടെ പ്രവർത്തനങ്ങളെ അവർക്ക് നഷ്ടമായി നാം കാണിച്ചു കൊടുക്കും. ഉമാഹും ബിഖാരിജീന മിനന്നാർ, അവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഹിദായത്ത് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹ് ഹിദായത്തിനുള്ള ബുദ്ധി കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും വലിയ പണ്ഡിതന്മാരും ഒന്നും ആയിട്ടില്ലെങ്കിലും ശരി ഏതാണ് തെറ്റേതാണെന്ന് മനസ്സിലാക്കാനുള്ള പ്രാഥമികമായ ബുദ്ധി അല്ലാഹ് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും. അതല്ല, ബുദ്ധിയില്ലാത്ത ഒരാളാണെങ്കിൽ അല്ലാഹ് ശിക്ഷിക്കൂല. ഭ്രാന്തന്മാരാണെങ്കിൽ, ബുദ്ധിയില്ലാത്തവരാണെങ്കിൽ അല്ലാഹു അതിൻ്റെ പേരിൽ ശിക്ഷിക്കൂല. ബുദ്ധിയുള്ളവന് ആ ബുദ്ധി കൊണ്ട് ചിന്തിക്കാതെ മതം അത്രയ്ക്ക് മതി, ആരെങ്കിലും ചെയ്തത് മതി. അതാണ് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു അവസ്ഥ. മതത്തിൻ്റെ കാര്യത്തിൽ പഠിക്കാനും ചിന്തിക്കാനും ഒന്ന് നിരൂപണത്തോടു കൂടി ആലോചിക്കാനൊന്നും ആരും തയ്യാറില്ല. അത് ആരോ ചെയ്യുന്ന മാതിരി, ഇങ്ങനെ കാക്കക്കാരണവന്മാരെ മാതിരി അങ്ങനെയാണ് ചെയ്തു പോകും. എന്നാൽ അവൻ്റെ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ, അവൻ്റെ മറ്റു വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലോ ഭൗതിക കാര്യങ്ങളിലോ അവൻ എല്ലാവരെക്കാളും മുന്നിൽ ചിന്തിച്ചാലോചിച്ച് തനിക്ക് ഗുണകരമായത് അവൻ നേടിയെടുക്കും. അതിലൊക്കെ ദീനിൻ്റെ കാര്യത്തിൽ അത് അങ്ങനെയാണ്ട് ചെയ്തു പോവുകയും ചെയ്യും. അതാണ് അല്ലാഹു തആല ഈ പറയുന്നത്. അപ്പോഴാണ് അനഹിനു സദദ്നാക്കും അനിൽ ഹുദാ ബഅദ ഇദ് ജാഅക്കും, നിങ്ങൾക്ക് ഹിദായത്ത് വന്നു കിട്ടിയതിന് ശേഷം ഞങ്ങളാണോ നിങ്ങളെ ഹിദായത്തിൽ നിന്ന് തടഞ്ഞത്? ബൽ കുൻതും മുജ്രിമീൻ, പക്ഷേ നിങ്ങൾ കുറ്റവാളികളാണ്. മുജ്രിമ് എന്ന് പറഞ്ഞാൽ ജരീമത്ത്, കുറ്റം എന്നാണ്. മുജ്രിമീൻ കുറ്റവാളികളാണ്. വഖാലല്ലദീന സ്തുളൈഫു, ആ ദുർബലന്മാരായ ആളുകൾ പറയും, ലില്ലദീന ഇസ്തക്ബറു, അഹങ്കാരികളായ വലിയവരോട്, ബൽ മക്റുൽ ലൈലി വന്നഹാർ, എന്നാൽ
രാപ്പകലുകളുടെ ചതിയിൽ കൂടി ഇരുത്തമുറൂനന നിങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചു അന്നക്ക് ഫുറബില്ല അള്ളാഹുവിനെ നിഷേധിക്കാൻ. അതായത് രാവും പകലും ചതിപ്രയോഗം നടത്തിയിട്ട് ഞങ്ങൾ അള്ളാഹുവിനെ നിഷേധിച്ച് ജീവിക്കാൻ നിങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചു. എന്നിട്ടോ വനജ്അലഹു അൻദാദ അള്ളാഹുവിന് പങ്കുകാരെ ചേർക്കാനും നിങ്ങൾ രാപ്പകലുകളുടെ ചതിപ്രയോഗത്തിൽ കൂടി ഞങ്ങളോട് കൽപ്പിച്ചു. അതാ പ്രശ്നം. ഞങ്ങൾക്ക് ഹിദായത്ത് കിട്ടിയിരുന്നു, നിങ്ങളില്ലെങ്കിൽ. പക്ഷെ നിങ്ങളെന്താ ചെയ്തത്? രാത്രിയും പകലും ഞങ്ങളെങ്ങനെ അള്ളാഹുവിനല്ലാത്തവരെ വിളിച്ചു തേടാനും അവരോട് ദ്വാരക്കാനും അവർക്ക് പങ്കുകാരെ ചേർക്കാനും വേണ്ടി രാത്രിയിലും പകലിലും നിങ്ങൾ ചതിപ്രയോഗത്തിൽ കൂടി, മക്കർ എന്ന് പറഞ്ഞാൽ ചതി, കൗശലം, വഞ്ചന എന്നൊക്കെയാണ്. രാത്രി പകലുകളിൽ കൂടി നിങ്ങൾ ഞങ്ങളെ വഞ്ചിച്ചു. എന്നിട്ടോ ഇരുത്തമുറൂനന നിങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചപ്പോൾ അൽ നക്ഫുറബില്ല അള്ളാഹുവിനെ നിഷേധിച്ച് ജീവിക്കാൻ, വനജ്അല ലഹു അൻദാദ അള്ളാഹുവിന് പങ്കുകാരെ ചേർക്കാനും, വഅസറുന്നദാമ അങ്ങനെ അവർ അവരുടെ ഖേദം മനസ്സിൽ ഒളിപ്പിച്ചു വെക്കും. രക്ഷയില്ലല്ലോ, അവിടുന്ന് തിരിച്ചു പോരാൻ പെട്ടുപോയില്ലേ. നദാമത്ത്, നദമ് എന്ന് പറഞ്ഞാൽ ഖേദം. അവർ അസറു സിറാക്കി വെക്കും നദം. എന്താ ചെയ്യുക? പരലോകത്ത് എത്തിയില്ലേ, ഇവരെ പിന്തുടർന്ന് പരലോകത്ത് കുറ്റവാളികളായല്ലോ. ഇപ്പോൾ ഈ പിന്നാലെ കൂടിയ നേതാക്കന്മാരൊക്കെ ഒഴിഞ്ഞു പോവുകയും ചെയ്തു. അവർ ഒറ്റപ്പെട്ടു, ശിക്ഷ അവർ കാണുകയും ചെയ്തപ്പോൾ അസറുന്നദാമ ഖേദം അവർ ഒളിപ്പിച്ചു വെച്ചു. ലമ്മാ റഅവുൽ അദാബ ശിക്ഷ കണ്ടപ്പോൾ. അതൊക്കെ ഈ പെട്ടത് തന്നെയാണ്, അത് വേറെ. വഖാലു റബ്ബന ഇന്നാ അതഅനാ സാദതനാ വകുബറാഅന ഫഅളല്ലൂന സബീൽ ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നാ അതഅന ഞങ്ങൾ വഴിപ്പെട്ടു, കീഴ്പ്പെട്ടു, സാദതന ഞങ്ങളെ സാദാത്യങ്ങൾക്ക്, സാദത്താന നേതാക്കന്മാർ, വകുബറാഅന ഞങ്ങളുടെ കൂട്ടത്തിലെ മുതിർന്ന ആളുകൾക്കും, ഫഅളല്ലൂന സബീല അവർ നമ്മളെ വഴിതെറ്റിച്ചു. അതുകൊണ്ട് ബാക്കി റബ്ബി ആതിഹിം ലൈഫൈനി മിനൽ അദാബ് അള്ളാഹുവെ ശിക്ഷയുടെ ഇരട്ടി അവർക്ക് കൊടുക്കണം. ഞങ്ങളേതായാലും ശിക്ഷയിൽപ്പെട്ടു, ഇരട്ടി കൊടുക്കണം. അപ്പോൾ നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മളെ പരലോകം നമ്മൾ രക്ഷപ്പെടുത്തണം. അതാരെങ്കിലും കണ്ടിട്ട് നമ്മൾ പരലോകം ഓല് ചെയ്ത മാതിരി ഓലൊക്കെ നരകത്ത് പോകണമെങ്കിൽ ഞങ്ങൾ പോയിക്കോട്ടെ എന്നുള്ള ഒരു മിഥ്യാധാരണ നമുക്കുണ്ടാവരുത്. നമ്മുടെ പരലോകം നമ്മൾ രക്ഷപ്പെടുത്തുക. നമ്മൾക്ക് കുബറാനെയും സാരത്തിനെയൊക്കെ ബഹുമാനിക്കണം, ആദരിക്കണം, അവരെ കീഴ്പ്പെടുകയും ചെയ്യണം. അവർ ശരിയായ കാര്യങ്ങൾ കൽപ്പിക്കുകയാണെങ്കിൽ. നമ്മളെ പണ്ഡിതന്മാരോ സാദത്തുക്കൾ എന്ന് പറയുന്നവരോ നേരായ കാര്യങ്ങളാണ് നമ്മളോട് കൽപ്പിക്കുന്നതെങ്കിൽ അതൊരു സമൂഹത്തിലെ അച്ചടക്കം എന്ന നിലക്ക് നമുക്ക് അവരെ കീഴ്പ്പെടാം. അതല്ലാതെ ലാ താഅത ലി മഖ്ലൂഖിൻ ഫി മഅസിയത്തിൽ ഖാലിഖ് സ്രഷ്ടാവായ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് എതിരായിട്ടുള്ള കാര്യത്തിൽ ഒരു മഖ്ലൂക്കിനെയും നമ്മൾ അനുസരിക്കാൻ പാടില്ല. അവിടെയാണ് നമ്മളുടെ ഒരു ദീനിയായ നിലപാട് നമ്മൾ കാണേണ്ടത്. അതിൽ നമ്മൾ കുറച്ച് ബുദ്ധി പ്രയോഗിക്കണം. അള്ളാഹുവിൻ്റെ കൽപ്പനയെ ധിക്കരിക്കുന്ന കാര്യത്തിൽ നിങ്ങളത് ചെയ്താളി, ഇത് ചെയ്താളി എന്ന് പറഞ്ഞാൽ ഒരു മഖ്ലൂക്കിനെയും നമ്മൾ അനുസരിച്ചുകൂടാ. കുബറാവും സാദാത്തും അനുസരിക്കപ്പെടേണ്ടവരും ആദരിക്കപ്പെടേണ്ടവരും ഉണ്ടെങ്കിൽ അവരെ നമുക്ക് വെക്കേണ്ടയിടത്ത് വെക്കാം. നമ്മളെ ദീനിനെ തൊട്ട് കളിച്ച് കുബറാവും സാദത്തും നമ്മളെ ദീനിനെ വിലക്ക് വാങ്ങുകയാണെങ്കിൽ അതിൽ നമ്മൾ അനുസരിക്കാൻ പാടില്ല. പിന്നെന്താ നമ്മൾ ചെയ്യുക? നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പഠിക്കണം, നമ്മൾ ചോദിച്ചറിയണം. എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. ദീനിൻ്റെ കാര്യം നമ്മളെ പരലോകത്തേക്കുള്ളതും നമ്മൾ ചോദിച്ച് പഠിക്കണം എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഒരു ഗുണപാഠം. കണ്ടോണ്ട മാതിരി ഇങ്ങനെ ദീന് അത് കണ്ടോണ്ട മാതിരി അങ്ങനെ എല്ലാവരുടെ കൂട്ടത്തിലുമാണ് പോവുക. ബാക്കിയുള്ള കാര്യത്തിൽ എല്ലാവരുടെ കൂട്ടത്തിലും ഇല്ല. അത് എൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ ആലോചിച്ചും ചിന്തിച്ചും എൻ്റെ ഭൗതിക കാര്യം നടക്കുക എന്നതല്ല, ദീനിൻ്റെ കാര്യവും ആലോചിച്ചും ചിന്തിച്ചും ശരി ഏതാണ് എന്ന് കണ്ടെത്തുക തന്നെ വേണം. അതാണ് വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറം മിനൽ ജിന്നി വൽ ഇൻസ് ഒരുപാട് ജിന്നുകളെയും ഇൻസുകളെയും നരകത്തിന് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവരെന്താ ലഹും ഖുലൂബുൻ
ലാ യഖിലൂന ബിഹാ, ഹൃദയം കൊടുത്തിട്ടുണ്ട് ഞാൻ അവർക്ക്, പക്ഷേ ഹൃദയം കൊണ്ട് അവർ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല. വലഹും അയ്യുനുൻ, കണ്ണുകളുണ്ട്, ലാ യുബ്സിറൂന ബിഹാ, അവർ അതുകൊണ്ട് കണ്ട് മനസ്സിലാക്കുന്നില്ല. വലഹും ആദാനുൻ, കാതുകളുണ്ട്, ലാ യസ്മഊന ബിഹാ, അവരതുകൊണ്ട് കേട്ട് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ നമ്മളെ കണ്ണും കാതും, നമ്മളെ ഉദ്യോഗവും നമ്മളെ കൃഷിയും നമ്മളെ കച്ചവടവും നമ്മളെ ഭൗതിക കാര്യങ്ങളും അതിൽ നല്ലതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി മാത്രമല്ല, ദീനിൻ്റെ കാര്യത്തിലും അല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സനഹു, വാക്കുകൾ എല്ലാ വാക്കുകളും ശ്രദ്ധിച്ചു കേൾക്കുകയും ഫയത്തബിഊന അഹ്സനഹു, അതിലേറ്റവും നല്ലതേതാണോ അതിനെ പിൻപറ്റുകയും ചെയ്യുന്നവരാണ് വിശ്വാസികൾ. ഉലായിക്കൽ വല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സനഹു ഉലായിക്കല്ലദീന ഹദാഹുമുല്ലാഹ് വ ഉലായിക ഹും ഉലുൽ അൽബാബ്, അവരെയാണ് അല്ലാഹു തആല ഹിദായത്തിലാക്കിയവരും അവരാണ് ബുദ്ധിയുള്ള ആളുകളും. അപ്പോൾ നമ്മൾക്ക് കുറച്ച് ആലോചനയും ചിന്തയൊക്കെ വേണം. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് കേട്ടിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല, ദീനിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും. ബാക്കിയുള്ളടത്ത് നമ്മൾ ചെയ്യണില്ലല്ലോ. എല്ലാവരും ഇന്ന കച്ചവടം തുടങ്ങുന്നുണ്ട്, അതാ ലാഭം നേർച്ച് നമ്മൾ ചെയ്യണില്ല. നമ്മളെ കാര്യം നോക്കുന്നുണ്ട്. ദീനിൻ്റെ കാര്യത്തിലും നമ്മൾ നോക്കണം. നമുക്കറിയില്ലെങ്കിൽ നമ്മൾ സത്യസന്ധമായി ചോദിച്ച് മനസ്സിലാക്കി പഠിക്കണം. അതിനൊക്കെ അവസരം ഉണ്ടല്ലോ. പിന്നെ അദാബ്, ശിക്ഷ കാണുമ്പോൾ അവർ നദാമത്ത്, ഖേദം അവർ ഒളിപ്പിച്ചു വെക്കും, മനസ്സിൽ ഒളിപ്പിച്ചു വെക്കും. വേറെ പ്രകടിപ്പിക്കാനൊരു മാർഗമില്ലല്ലോ. വജഅൽനൽ അഗ്ലാല ഫീ അയ്നാഖില്ലദീന കഫറൂ വജഅൽനൽ അഗ്ലാല, നാം ചങ്ങലകളെ, ഗുല്ല് എന്ന് പറഞ്ഞാൽ ചങ്ങലകൾ, ഫീ അയ്നാഖില്ലദീന കഫറൂ, നിഷേധികളുടെ പിരടികളിൽ, ഉനുഖ് എന്ന് പറഞ്ഞാൽ പിരടി, അതിൻ്റെ ബഹുവചനമാണ് അയ്നാഖ്. നിഷേധികളുടെ പിരടികളിൽ നാം ചങ്ങലകൾ വെക്കും എന്ന് പറഞ്ഞാൽ അവരെ ശിക്ഷിക്കാൻ വേണ്ടി അവരെ ചങ്ങലയിട്ട് കൊണ്ടുപോകും. ഹൽ യുജ്സൗന ഇല്ലാ മാ കാനൂ യഅമലൂൻ, ഹൽ യുജ്സൗന, അവർക്ക് പ്രതിഫലം നൽകപ്പെടുന്നില്ലയോ, ഇല്ലാ മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിനല്ലാതെ. അവർ ചെയ്യാത്ത കുറ്റത്തിന് അവരെ ശിക്ഷിക്കുന്നുണ്ടോ? അവർ ചെയ്ത നന്മക്ക് അവർക്ക് പ്രതിഫലം കൊടുക്കാതിരിക്കുന്നുണ്ടോ? ഒന്നുമില്ല. അള്ളാഹു നീതിമാനാണ്. അവർ ആലോചിക്കാതെ ചിന്തിക്കാതെ അവരങ്ങനെ നടന്നു, അതിൻ്റെ പ്രതിഫലം, ശിക്ഷ അവർ അനുഭവിക്കുക തന്നെ വേണം. ഹൽ യുജ്സൗന ഇല്ലാ മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിനല്ലാതെ അവർക്ക് ജസാ നൽകപ്പെടുമോ? അങ്ങനെ പെടൂല. പ്രവർത്തിച്ചതിനെ പ്രതിഫലം നൽകുകയുള്ളൂ. അതായത് അവരുടെ കഴുത്തിൽ ചങ്ങല വെക്കുന്നുണ്ടെങ്കിൽ, ആ നിഷേധത്തിൻ്റെ പേരിൽ ചങ്ങല വെക്കുന്നുണ്ടെങ്കിൽ അവർ നിഷേധികളായതുകൊണ്ട് തന്നെയാണ്. നിരപരാധികളെ അല്ലാഹു തആല ഒരിക്കലും ശിക്ഷിക്കുകയില്ല. വമാ അർസൽനാ ഫീ ഖർയത്തിൻ മിൻ നദീരിൻ ഇല്ലാ ഖാല മുത്രഫൂഹാ ഇല്ലാ ബിമാ ഉർസിൽതും ബിഹി കാഫിറൂൻ. വമാ അർസൽനാ, നാം അയച്ചിട്ടില്ല, ഫീ ഖർയത്തിൻ, ഒരു നാട്ടിലേക്കും, മിൻ നദീരിൻ, ഒരു താക്കീതുകാരനെയും നാം അയച്ചിട്ടില്ല, ഇല്ലാ ഖാല മുത്രഫൂഹ, ആ നാട്ടിലുള്ള മുത്തറഫീങ്ങൾ, പ്രമാണിമാർ പറഞ്ഞിട്ടല്ലാതെ. മുത്തറഫ് എന്ന് പറഞ്ഞാൽ ജീവിതം സുഖിച്ച് ജീവിക്കുന്ന ആളുകളൊക്കെ. തറഫ് എന്ന് പറഞ്ഞാൽ ആർഭാടം. മുത്തറഫ് എന്ന് പറഞ്ഞാൽ ആർഭാടത്തോടുകൂടി ജീവിക്കുന്ന ആ പ്രമുഖന്മാർ പറഞ്ഞിട്ടല്ലാതെ. ഇന്നാ ബിമാ ഉർസിൽതും ബിഹി കാഫിറൂൻ, തീർച്ചയായും നിങ്ങൾ എന്തൊന്നുകൊണ്ട് ഞങ്ങളിലേക്ക് അയക്കപ്പെട്ടുവോ അത് ഞങ്ങൾ നിഷേധിക്കുന്നു എന്ന് പറയാതെ ഒരു ഗ്രാമത്തിലേക്കും ഒരു നാട്ടിലേക്കും നാം പ്രവാചകന്മാരയച്ചിട്ടില്ല. എല്ലാ പ്രവാചകന്മാർ വന്നപ്പോഴും ആദ്യമായി അവരെ ധിക്കരിച്ചത് ആ സമൂഹത്തിലെ മുത്തറഫുകളായിരുന്നു, പ്രമാണിമാരായിരുന്നു. അവർ പ്രമാണിത്വം കൊണ്ട് അവർ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു. അവർ എല്ലാ വേണ്ടാത്തരങ്ങളും തോന്നിയാസങ്ങളും ഒക്കെ ചെയ്യും, അവരുടെ കാശും പണവും അധികാരവും കൊണ്ട്. അവർ നിഷേധികളുടെ ഈ അമ്പ്യാക്കന്മാരെ നിഷേധിക്കുകയും ചെയ്യും. എന്നാൽ വിശ്വാസികളാണെങ്കിലോ പാവപ്പെട്ടവരാണ് എല്ലാ നബിമാരുടെയും കൂട്ടത്തിൽ വിശ്വസിച്ചത്. ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഹവാരിജുകളാണ്. ഇത് ഖാലൽ ഹവാരിജൂന, ഹവാരിജുകളാണ്. മൻ അൻസാരി ഇലല്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്നെ സഹായിക്കാൻ ആരുണ്ട് എന്ന് ഈസാ നബി ചോദിച്ചപ്പോൾ
ആകെ ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞത് ഹവാരിജുകളായിരുന്നു. അതായത് അവിടുത്തെ അലക്കുകാരായ പാവപ്പെട്ടവർ. പ്രമാണിമാരാരും ഈസാ നബിൻ്റെ കൂടെ വന്നിട്ടില്ല. ഇനി ഏത് കാലഘട്ടത്തിലും പരിശോധിച്ച് നോക്കിയാലും ആ സമൂഹത്തിലെ പാവപ്പെട്ടവരാണ് ആദ്യമായി ഇസ്ലാമിലേക്ക് വന്നത്. ഒറ്റപ്പെട്ട ഇപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകളൊക്കെ, അയ്യാശ് ബിൻ അബീ റബീഅത്ത് റളിയല്ലാഹു അൻഹു എന്നുള്ള കുറച്ച് പ്രമാണിമാരൊക്കെ വന്നിട്ടുണ്ട് എന്നതൊഴിച്ചാൽ അമ്മാറും യാസിറും സുഹൈബും സുമയ്യ റളിയല്ലാഹു അൻഹ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തുടങ്ങിയ സെയ്ദ് റളിയല്ലാഹു അൻഹു, ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ ദരിദ്രന്മാരോ അതല്ലെങ്കിൽ അടിമകളോ ആയ പാവപ്പെട്ടവരാണ് ആദ്യമായി നബിയെ സഹായിക്കാൻ മുന്നോട്ട് വന്നത്. എല്ലാ നബിമാരുടെയും അവസ്ഥ അത് തന്നെയായിരുന്നു. എന്നാൽ മുത്തറഫുകളായ ആളുകൾ, പ്രമാണിമാരും പ്രഗത്ഭന്മാരുമായ ആളുകൾ എന്നും ഇല്ലാ ബിമാ ഉർസിൽതും ബിഹി കാഫിറൂൻ, ഞങ്ങൾ നിങ്ങളെ എന്തൊരു കാര്യത്തിന് വേണ്ടി അയച്ചുവോ അതിൽ ഞങ്ങൾ നിഷേധിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ടല്ലാതെ, എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അധികം അങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ളത്. പാവങ്ങൾ വിശ്വസിക്കുകയും, അതാണ് വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശിയ്യി യുരീദൂന വജ്ഹഹു വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയ വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുർതാ. നബിയുടെ കൂടെ ഉണ്ടായിരുന്ന പാവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്നതിനാൽ ഖുറൈശികളിലെ പ്രമാണിമാർ വന്നിട്ട് ഈ പാവങ്ങളെ പെടുന്നാണ്ട് ഒഴിവാക്കി, എൻ്റെ ചുറ്റുമാറ്റുന്നാണ്ട് ഒഴിവാക്കിയാൽ ഞങ്ങൾ വിശ്വസിച്ചു കൊള്ളാം എന്ന് നബിയോട് പറഞ്ഞിരുന്നു അത്രേ. ഈ പാവങ്ങളെ കൂടെ ഇരിക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല, അടിമകളും ദരിദ്രന്മാരൊക്കെ അല്ലേ, ഞങ്ങളൊക്കെ പ്രഗത്ഭരല്ലേ, അപ്പം ഞങ്ങൾ പ്രഗത്ഭരായി ഞങ്ങൾ നിൻ്റെ കൂടെ വന്ന് വിശ്വസിച്ചോളാം എന്ന് പറഞ്ഞപ്പോഴാണ് വസ്ബിർ നഫ്സക, നബിയെ താങ്കളുടെ മനസ്സിനെ നീ പൊറുപ്പിക്കുക, ക്ഷമിച്ച് പൊറുത്തു നിൽക്കുക. മഅല്ലദീന അൻഅംത അലൈഹിം വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശിയ്യി, രാവിലെയും വൈകുന്നേരവും റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ പാവപ്പെട്ടവരോടൊപ്പം നിങ്ങൾ പൊറുപ്പിക്കണം നിങ്ങളുടെ ജീവിതത്തെ. വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയ, ഭൗതികമായ ആർഭാടം കരുതിക്കൊണ്ട് അവരിൽ നിന്ന് നീ കണ്ണ് തെറ്റിക്കരുത്, അവരെന്നെ സംരക്ഷിച്ചോ, അവരെ കൂട്ടക്കൂടിയിട്ട് അവരെ കൊണ്ടാണ് ഇവിടെ ദീൻ പ്രചരിക്കുക എന്നാണ് നബിക്ക് കൊടുത്ത, അള്ളാഹു ആദ്യകാലത്ത് കൊടുത്ത, മക്കയിൽ നിന്ന് കൊടുത്ത കൽപ്പന. അപ്പം അതാണ് അധികം നാട്ടിലും പ്രവാചകന്മാരെ നിഷേധിച്ചവർ മുത്തർഫുകളായിരുന്നു. ഇല്ലാ ബിമാ ഉർസിൽതും ബിഹി കാഫിറൂൻ എന്ന കാരണം വഖാലു, അവർ പറയുകയും ചെയ്തു, ഈ മുർത്തറഫുകളായ പ്രമാണിമാർ എന്താ, നഹ്നു അക്സറു അംവാലൻ വ ഔലാദ, ഞങ്ങളാണ് അക്സർ കൂടുതലുള്ളവർ, അംവാലൻ സമ്പത്തിൻ്റെ മാലിൻ്റെ കാര്യത്തിലും, വ ഔലാദ മക്കളുടെ കാര്യത്തിലും ഞങ്ങൾക്കാണ് കൂടുതൽ, ഇവരെക്കാളൊക്കെ ഞങ്ങളാണ് കൂടുതൽ സമ്പന്നന്മാർ, ഞങ്ങളാണ് കൂടുതൽ മക്കളുള്ളവർ, അതുകൊണ്ട് ഞങ്ങളെക്കാളും മുന്നിൽ ഈ പാവങ്ങൾ ഉണ്ടായിക്കൂടാ എന്ന് അവർ പറഞ്ഞു. അതാണ് നഹ്നു അക്സറു അംവാലം വ ഔലാദ. പിന്നെ വമാ നഹ്നു ബിമുഅദ്ദബീൻ, അതുകൊണ്ട് ഞങ്ങൾ ശിക്ഷിക്കപ്പെടുകയില്ല. അങ്ങനെ ഒരു ധാരണ ഉണ്ടാവാൻ പാടില്ല മനുഷ്യന്മാർക്ക് എന്ന്. അതിന് അള്ളാഹുവിൻ്റെ അടുക്കൽ പാവപ്പെട്ടവനും കഴിവുള്ളവനുമെല്ലാം സമമാണ്. ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കും, രക്ഷിക്കേണ്ടവരെ രക്ഷിക്കും. ഞങ്ങൾ അക്സറു അംവാലം വ ഔലാദ, മക്കളും സമ്പത്തുമൊക്കെ കൂടുതലുണ്ട് എന്ന് കരുതി ഒമാ നഹ്നു ബിമുഅദ്ദബീൻ, ഞങ്ങൾ ശിക്ഷിക്കപ്പെടുന്നവരല്ല എന്ന് അവർ പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ പറയരുത്, നമ്മൾ വിചാരിക്കുക പോലും ചെയ്യരുത്. നമ്മളും ശിക്ഷിക്കപ്പെടും. സമ്പത്തും മക്കളൊക്കെ ഉണ്ടായാലും അതിനെ നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തിയാൽ രക്ഷപ്പെടും. അല്ലെങ്കിൽ ആ ഒരു ഭൗതികമായി ഇന്ന് ദുന്യാവിൽ അതൊക്കെയാണല്ലോ, നല്ല സമ്പത്തുള്ളവന് എന്ത് പാപം ചെയ്താലും കുറ്റം ചെയ്താലും അവൻ പരിഗണിക്കപ്പെടും. നല്ല മക്കളും പ്രഗത്ഭന്മാരായ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവന് സ്ഥാനമാനങ്ങളുണ്ട്. അവർക്കൊരു പക്ഷേ ദുന്യാവിൽ ശിക്ഷ ഉണ്ടാവില്ല, പരലോകത്ത് അവരും ശിക്ഷിക്കപ്പെടും. പക്ഷേ അവർ പറഞ്ഞത് പരലോകത്തും ഞങ്ങൾ ശിക്ഷിക്കപ്പെടൂല എന്ന്. ഉമാ നഹ്നു ബിമുഅദ്ദബീൻ. ഖുൽ പറയുക, ഇന്ന റബ്ബി,
തീർച്ചയായും എൻ്റെ രക്ഷിതാവ് യബ്സുത്തുർ റിസ്ഖ, റിസ്ഖ് വിശാലമായി നൽകുന്നു, ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, വയഖ്ദിറു, റിസ്ഖ് ചുരുക്കുകയും ചെയ്യുന്നു. കുറേ ആളുകൾക്ക് അല്ലാഹു തആല വിശാലമായി റിസ്ഖ് നൽകി, അങ്ങനെ അവർ മുത്തറഫുകളായി പ്രഗത്ഭന്മാരും പ്രമാണിമാരുമായി മാറി. വയഖ്ദിറു, കുറേ ആളുകൾക്ക് അല്ലാഹു തആല ചുരുക്കി, ഖദറ എന്ന് പറഞ്ഞാൽ കണക്കാക്കി, അതുപോലെ ബഹുമാനിച്ചു, ചുരുക്കി എന്നൊക്കെ അർത്ഥമുണ്ട്. വയഖ്ദിറു, അവർക്ക് ചുരുക്കി നൽകുന്നു. ചില ആളുകൾക്ക് അവർ ദരിദ്രന്മാരാകുന്നു. അത് അള്ളാഹുവിൻ്റെ മറ്റൊരു തീരുമാനമാണ്. ഒരാളുടെ സത്യസന്ധതയും ദീനും ഇസ്ലാമും വിചാരിച്ചു കൊണ്ടല്ല അള്ളാഹു സമ്പത്തും സൗകര്യങ്ങളും നൽകുന്നത്, അത് പരലോകത്ത്. എന്നാൽ ഒരാളുടെ ധിക്കാരം അത് പരിഗണിച്ചുകൊണ്ട് അവന് പ്രത്യേകമായി കൂടുതൽ കുറച്ച് നൽകുകയില്ല. അവൻ പടച്ചവനെ എതിർത്ത് ജീവിക്കുന്നവനാണ്, അവൻ പട്ടിണി അടക്കട്ടെ എന്നുള്ള തീരുമാനിച്ചിട്ടില്ല. അതൊക്കെ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ ചില സുന്നത്തുണ്ട്, നടപടികളുണ്ട്. ഇന്ന റബ്ബി യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാ, എൻ്റെ രക്ഷിതാവ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് റിസ്ഖ് വിശാലമായി നൽകുന്നു. അപ്പോൾ നമ്മളൊക്കെ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം അതാണ്. പടച്ചവൻ നമ്മളെ കൂട്ടത്തിൽ റിസ്ഖ് നൽകിയവരുടെ കൂട്ടത്തിൽ ഏറ്റ വ്യത്യാസങ്ങളുണ്ടാവും. എന്നാലും നമ്മളെ അയൽവാസിയേക്കാളും അല്ലെങ്കിൽ നമ്മളെ ചങ്ങായിയേക്കാളും ഒപ്പം ഇരിക്കുന്ന ആളെക്കാളും കൂടെയുള്ളവരെക്കാളും നമുക്ക് അല്ലാഹു തആല കുറച്ച് റിസ്ഖ് നൽകി എന്നത് എന്നെ അള്ളാഹു ബഹുമാനിച്ചു എന്നതിൻ്റെ തെളിവല്ലെന്നും അതൊരു പരീക്ഷണമാണെന്നും ഈ റിസ്ഖ് കൊണ്ട് അള്ളാഹുവിന് നന്ദി ചെയ്ത് രക്ഷപ്പെടണം എന്ന ബോധമാണ് നമുക്കുണ്ടാവേണ്ടത്. വഖാലൂ നഹ്നു അക്സറു അംവാലൻ വ ഔലാദൻ മിമ്മൻ ഇത്തബഅൽ ഹഖാന്ന് ഇമാം സഅദി റഹിമഹുല്ലാഹിന്റെ തഫ്സീറിലതാണ്. സത്യത്തെ പിൻപറ്റിയവരെക്കാളും സമ്പത്തും അതുപോലെ മക്കളൊക്കെ ഞങ്ങൾക്കാണല്ലോ കൂടുതലുള്ളത്. വമാ നഹ്നു ബിമുഅദ്ദബീൻ, ഞങ്ങൾ ശിക്ഷിക്കപ്പെടുന്നവരല്ല. ലസ്നാ ബിമബൂസിൻ, ഒന്നുകിൽ ഞങ്ങൾ പുനർജീവിപ്പിക്കപ്പെടൂല, അങ്ങനെയാണ് മണ്ണായിട്ട് പോകും. അതല്ലെങ്കിലോ ഫഇൻ ബോയ്സിന, ഞങ്ങൾ പുനർജീവിപ്പിക്കപ്പെടുകയാണ്. അങ്ങനെ ഒരു പരലോകം ഉണ്ട് എന്ന് വെക്കുക, നിങ്ങൾ പറയുന്ന മാതിരി. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഫല്ലദീ അഅ്താനൽ അംവാല വൽ ഔലാദ ഫി ദുനിയ, ദുനിയാവിൽ ഞങ്ങൾക്ക് സമ്പത്തും മക്കളെയൊക്കെ തന്നവൻ സയുഅ്തീന അക്സറ മിൻ ദാലിക ഫിൽ ആഖിറ, ആഖിറത്തിൽ അതിനേക്കാളും കൂടുതൽ ഞങ്ങൾക്ക് നൽകും. വലാ യുഅദ്ദിബുന, ഞങ്ങളെ ശിക്ഷിക്കൂല. ആ ഒരു ധാരണയാണ് അവർക്കുണ്ടായിരുന്നത്. അവരുടെ മനസ്സിനെ അള്ളാഹ് ഇവിടെ ഒരു ആശയം റീഡ് ചെയ്തുകൊണ്ട് നമുക്ക് വായിച്ചു തരികയാണ്. അവരുടെ മനസ്സതായിരുന്നു. പലരുടെയും മനസ്സ് അങ്ങനെ തന്നെയാണ്. ഈ കാശും പണമൊക്കെ എന്നും ഉണ്ടാവും. നീ മരിച്ചാലും എല്ലാവരും കൂടി കുറച്ച് ദിക്ർ കണ്ട് ചൊല്ലി വലിയ 4 അടിയന്തരം കഴിച്ച് കുറച്ച് പൈസ കണ്ട് ചെലവാക്കിയാൽ എൻ്റെ കാര്യം രക്ഷപ്പെടും എന്നൊരു ധാരണ പൊതുവേ ഉണ്ട്. ആ ഉള്ളത് നമുക്ക് അല്ലാഹു തആല എത്ര യബ്സുത്തുർ റിസ്ഖ, റിസ്ഖ് വിശാലമാക്കി തന്നാലും അതിലെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. എങ്ങനെയെല്ലാം അള്ളാഹുവിന് ശുക്ർ ചെയ്യുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, സക്കാത്ത് നിർബന്ധമായും കൊടുക്കുക, കഴിയുന്നതും ദാനധർമ്മം. പിന്നെ നമ്മൾ ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കണം. കൂടുതൽ സമ്പത്ത് കിട്ടുന്തോറും കൂടുതൽ അള്ളാഹുവിങ്കലേക്ക് അടുക്കണം. നമുക്ക് സമ്പത്ത് തരുന്നത് പരീക്ഷണമാണ്, അതൊരു തെറ്റൊന്നുമല്ല. ഒരാളെ അല്ലാഹു തആല വലിയ സമ്പന്നനാക്കി എന്നത് ഒരു തെറ്റുള്ള കാര്യമൊന്നുമല്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു സഹാബിമാരുടെ കൂട്ടത്തിൽ. അദ്ദേഹത്തെ പറ്റി അദ്ദേഹം തന്നെ പറയുന്നത്, ഞാനിങ്ങനെ മരുഭൂമി കൂടി നടക്കുമ്പോൾ ഒരു കല്ല് അങ്ങോട്ട് എടുത്ത് മറിച്ചിട്ടാൽ അതിൻ്റെ ചോട്ട് സ്വർണം കിട്ടുമെന്ന് ഒരു ഉപമ പറയാണ്. അതാ എനിക്ക് അത്ര എളുപ്പത്തിൽ സമ്പാദ്യം ഉണ്ടാവും, ഒരു വിഷയവുമില്ല. അങ്ങനെയായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് മദീനത്ത് ഹിജറ ചെന്നപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ സഹായിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ മദീനക്കാരോട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ സഹായമൊന്നും വേണ്ട, ഇവിടുത്തെ അങ്ങാടി അവിടെയൊന്ന് കാണിച്ചു തന്നാൽ മതി, ഞാൻ അവിടെ പോയിക്കാണ്ട് ഉണ്ടാക്കിക്കോളാം. ആ അങ്ങാടി പോയിട്ട് അവിടുന്ന് സമ്പത്തുണ്ടാക്കി അദ്ദേഹം വളരെ പ്രഗത്ഭനായി എന്നാണ് പറയുന്നത്. ആ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അവസാനം സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട അശറത്തുൽ മുബസ്സിറുകളിൽ പെട്ടു. അല്ലാഹു തആല അദ്ദേഹത്തെ പെടുത്തി. മരിക്കുന്നതിന് മുമ്പ് തന്നെ സ്വർഗമുണ്ട് എന്ന് പറഞ്ഞു. എന്താ കാരണം? ആ സമ്പത്തിനൊക്കെ അദ്ദേഹം കൃത്യമായി ശുക്ർ ചെയ്തു. അപ്പം അതാണ്. അപ്പം നമുക്ക് സമ്പത്തുണ്ടാകുന്നത് അപകടമല്ല, പക്ഷേ സമ്പത്തുണ്ടാകുമ്പോൾ ശുക്ർ ചെയ്യാതെ അത് ഉപയോഗിക്കുന്നത്
അപകടമാണ് എന്നൊക്കെ ഇത് നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്ന റബ്ബി യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ എന്ന് പറഞ്ഞല്ലോ, അതാണ്. ഇനി വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, പല ആളുകൾക്കും ഇത് അറിയില്ല. അറിയില്ല പല ആളുകൾക്കും. അതായത് സമ്പത്ത് തരുന്നത് എൻ്റെ കഴിവ് കൊണ്ടാണ് എന്നാണ് ആളുകളുടെ ഒരു ധാരണ. അതല്ല, അത് അല്ലാഹു എല്ലാ ആളുകൾക്കും കൊടുക്കും. അത് ശുക്ർ ചെയ്യുമ്പോൾ ഇൻ ശകർത്തും ലഅസീദന്നക്കും, നിങ്ങൾ ശുക്ർ ചെയ്താൽ ഞാൻ കൂടുതൽ നൽകും. വല ഇൻ കഫർത്തും, അതല്ല നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിലോ ഇന്ന അദാബീൽ ശദീദ്, നല്ല ശിക്ഷയും കിട്ടും എന്നാണല്ലോ പറഞ്ഞത്. ഇനി ഒമാ അംവാലുക്കും, നിങ്ങളുടെ സമ്പത്തുക്കളല്ല, ഉല ഔലാദുക്കും, നിങ്ങളുടെ മക്കളുമല്ല, ബില്ലത്തി തുഖർരിബുക്കും ഇൻദന, നിങ്ങളെ നമ്മുടെ അടുക്കലേക്ക് അടുപ്പിക്കുന്ന വസ്തുക്കൾ. നമ്മളെ അടുക്കലേക്ക് തുഖർരിബുക്കും, നിങ്ങളെ അടുപ്പിക്കുന്നത്, അത് അല്ലാഹ് പറയാ, എന്നോട് അടുപ്പമുള്ളവരാക്കുന്നത് നിങ്ങളെ സമ്പത്തോ നിങ്ങളുടെ സന്താനങ്ങളോ അല്ല. സുൽഫ, ഏറ്റവും കൂടുതൽ അടുപ്പിക്കുന്നത് നിങ്ങളുടെ സമ്പത്തും സന്താനവുമല്ല. എന്നാലോ ഇല്ലാമൻ ആമന, വിശ്വസിക്കുകയും വ അമില സ്വാലിഹ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവനൊഴികെ. അതാണ് നിങ്ങളുടെ വിശ്വാസവും അമലു സ്വാലിഹാത്തും. നിങ്ങളുടെ ഈമാന്, ആ ഈമാൻ അനുസരിച്ച് സമ്പത്തിനെയും മക്കളെയും ഒക്കെ നല്ല നിലക്ക് പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങൾക്ക് കൂലി കിട്ടും. പ്രത്യേകിച്ചും നമ്മളെ സമ്പത്ത് ഏതെങ്കിലും ജാരിയായ സദഖയിൽ ഒരു പാവപ്പെട്ട ഒരാൾക്കൊരു വീടുണ്ടാക്കി, അല്ലെങ്കിൽ ഒരു കിണർ ഒഴിച്ചു കൊടുത്ത്, അല്ലെങ്കിൽ അവർക്ക് വേറെന്തെങ്കിലും ഒരു ജീവിതമാർഗം കണ്ടെത്തി കൊടുത്തിട്ട് അയാളും അയാളുടെ മക്കളും ഖിയാമം വരെ മക്കളും അതുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ അതിൻ്റെ കൂലി നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പം സമ്പത്തിനെ നമ്മൾക്ക് അങ്ങനെ ഉപയോഗപ്പെടുത്താം. ഇപ്പം നമ്മളെ ഈ പള്ളി, ഇതിലെത്രയോ ആളുകൾ നിസ്കരിച്ചു പോകുന്നു. ഈ സുജൂദിൻ്റെ ഓരോ സുജൂദിൻ്റെയും കൂലി ഇതിനൊരു ഉറുപ്പിക കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്കും കിട്ടുമല്ലോ അതിൻ്റേതായ ഒരു ലാഭം അള്ളാഹുവിൻ്റെ അടുക്കൽ. അപ്പം അങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്താം. നമ്മൾ എന്തൊക്കെ മക്കളെ എങ്ങനെയൊക്കെ വലുതാക്കിയാലും അള്ളാഹുവിനെ പേടിയുള്ള, നേരത്തിന് നമസ്കരിക്കുന്ന, റബ്ബി ഗഫിർലി വലിവാലിദയ്യ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ, റബ്ബേ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ പുറത്തു തരണം, എന്നെ ചെറുപ്പത്തിൽ അവർ വളർത്തിയതുപോലെ അവരോട് കരുണ കാണിക്കണം എന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാക്കി നമ്മൾ മാറ്റിയാൽ ആ മക്കളും മക്കളും ഞങ്ങളെ വല്യാപ്പ, ഞങ്ങളെ വാപ്പ എന്ന് തുടങ്ങി ആ നിലയ്ക്ക് ജീവിക്കുമ്പോൾ അവരുടെ പ്രതിഫലം നമുക്ക് കിട്ടും, മക്കളുടെ പ്രാർത്ഥന നമുക്ക് കിട്ടും, അവരുടെ സൽക്കർമ്മത്തിൻ്റെ കൂലി നമ്മൾ കിട്ടും. അവർ വലിയ ആളുകളായി വലിയ സമ്പന്നന്മാരും ധർമ്മിഷ്ഠന്മാരുമായാൽ ആ ധർമ്മത്തിന് ഓരോ ഉറുപ്പികയുടെയും ഒരു വിഹിതം വാപ്പാക്ക് കിട്ടും. അപ്പം അതിന് നമ്മൾ നല്ലതിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. അല്ലാതെ അംവാലുക്കും വല ഔലാദുക്കും ബില്ലത്തി തുഖർരിബുക്കും ഇൻദനാ സുൽഫ, നമ്മുടെ അടുക്കലേക്ക് നിങ്ങളുടെ സമ്പത്തോ മക്കളോ അടുപ്പിക്കുന്ന ഘടകങ്ങളല്ല. ഇല്ലാമൻ ആമന, വിശ്വസിച്ചവനൊഴിച്ചാൽ, വ അമില സാലിഹൻ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവനും ഒഴിച്ചാൽ, ഫഉലൈക ലഹും, അവർക്കുണ്ടായിരിക്കും ജസാഉൽ യഅഫി, ഇരട്ടി പ്രതിഫലം. അവർ ചെയ്തതിൻ്റെ പ്രതിഫലം കിട്ടും. അവർ ഈ സമ്പത്തിനെയും മക്കളെയും ഉപയോഗിച്ച് വളർത്തിയെടുത്തിയത് കൊണ്ടുണ്ടാകുന്ന കർമ്മങ്ങളുടെ പ്രതിഫലവും ഇരട്ടി അവർക്ക് കിട്ടും. ബിമാ അമിലു, അവർ പ്രവർത്തിച്ചത് കാരണത്താൽ. വഹും, അവർ ഫിൽ ഗുർഫാത്തി ആമിനൂൻ, സ്വർഗത്തോപ്പുകൾ. ഗുർഫാത്ത് എന്ന് പറഞ്ഞെങ്കിൽ സൂട്ടുകൾ എന്നാണ് പുതിയ അർത്ഥം. ഗുർഫ, സൂട്ട്. അതിന് സ്വർഗത്തിൻ്റെ ഉന്നതമായ സ്വർഗത്തിൻ്റെ മുറികളിൽ, ഗുർഫത്തുൻ മുറി എന്നർത്ഥമുണ്ട്. അത് നമ്മൾ കിടക്കുന്ന മുറി. അപ്പോൾ സ്വർഗത്തിൻ്റെ ഉന്നതമായ സ്വർഗത്തോപ്പുകളിലെ താമസ ഇടങ്ങളിൽ ആമിനൂൻ, നിർഭയരായിരിക്കും. സമ്പത്തും സന്താനങ്ങളെയും നല്ല നിലക്ക് വളർത്തിയെടുത്ത് ജീവിച്ചാൽ. എന്നാലോ വല്ലദീന യസ്ഔന ഫീ ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ അധ്വാനിക്കുന്നവൻ, നമ്മളുടെ ആയത്തുകൾ പരിഗണിക്കാതെ അത് ചവിട്ടി മരിച്ച് അതിൽ കൂടി നടക്കുന്നവർ. സആഫിൽ ഫി ആയാത്തില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ആയത്ത് കൃഷിയിൽ ചവിട്ടി മരിച്ചാണെന്ന് പറഞ്ഞാൽ കൃഷി നശിപ്പിച്ചു എന്നാണ്. അതുപോലെ സആഫി ആയാത്തില്ല, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളും അള്ളാഹുവിൻ്റെ കൽപ്പനകളിലും ചവിട്ടി മരിച്ച് അതൊന്നും കാണാതെ നോക്കാതെ അതിനെ ആദരിക്കാതെ ജീവിച്ചവൻ. വയല്ലദീന യസ്ഔന ഫീ ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നടന്ന്
ഓടി നടന്നവർ, അത് സ്വീകരിക്കാതെ ഓടി നടന്നവർ, മുആജിസീന ദുർബലരാക്കിക്കൊണ്ട് അള്ളാഹ്ക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ആർക്കും എന്നൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും പറഞ്ഞ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ അവമതിച്ച് നടക്കുന്നവർ, ഉലായിക്ക ആ കൂട്ടർ ഫിൽ അദാബി മുഹ്ളറൂൻ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ ഹാജറാക്കപ്പെടുന്നവരാണ്. ഹലറ മുഹ്ളർ എന്ന് പറഞ്ഞാൽ ഹാജറാക്കപ്പെട്ടു. അപ്പോൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളും അള്ളാഹുവിൻ്റെ ആയത്തുകളും അതിനെ അവമതിച്ച് ചവിട്ടി മരിച്ച് നടക്കാതെ കഴിയുന്ന മാതിരി അതനുസരിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ശിക്ഷ കിട്ടും എന്നിങ്ങനെ മക്കാ ഖുറൈശികളെയും ഖുർആൻ സംബോധിതരായ ആളുകളെയും അഭിമുഖീകരിച്ചുകൊണ്ടും അത് നമ്മളോട് വിശദീകരിച്ചുകൊണ്ടും